സത്യത്തിൽ നമ്മളെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുകയും അതിലേറെ സങ്കടപ്പെടുത്തുകയും ചെയ്തു വെഞ്ഞാറമൂട്ടിലെ ആ കൊലപാതകങ്ങൾ. കാരണം നമ്മുടെ നാട്ടിലാണോ ഇങ്ങനെ സംഭവിക്കുന്നത്? ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് അമ്പരപ്പോടെ അതിലേറെ സങ്കടത്തോടെയാണ് ആ വാർത്ത കേട്ട് നമ്മൾ ഓരോരുത്തരും ചോദിച്ചത്. മിനിങ്ങാന്ന് വൈകുന്നേരം വരെ നമ്മളുടെയൊക്കെ കൂടെ വർത്തമാനം പറഞ്ഞും പ്രതീക്ഷകളുമൊക്കെയായി ജീവിതം പുലർത്തിയ 5 മനുഷ്യരാണ് ഒരൊറ്റ ദിവസം ഇരുട്ടി വെളുക്കുമ്പോൾ മണ്ണിനടിയിലേക്ക് മറഞ്ഞു പോകുന്നത്. എന്താണ് മനുഷ്യന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ നാട്ടുകാർക്ക് അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പക്കാർക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇതുമായൊക്കെ ബന്ധപ്പെട്ട് നമ്മുടെ മുൻപിലേക്ക് എത്തുന്നുണ്ട്. ഏതായാലും അന്വേഷണ സംഘം എന്തുകൊണ്ടാണ് ഈ കൊലപാതകം അഫാൻ നടത്തിയത് എന്ന ചോദ്യത്തിന് ഉത്തരം തേടുകയാണ്. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇനി കേരളം അറിയാൻ കാത്തിരിക്കുന്നതും. ഇയാൾ പലതരത്തിലുള്ള മൊഴികളൊക്കെയാണ് അന്വേഷണ സംഘത്തിനോട് പറഞ്ഞിരിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് പറയുന്നു, പ്രണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു. 5 കൊലപാതകങ്ങൾക്കും വ്യത്യസ്ത കാരണങ്ങളാണ് ഇയാൾ പറയുന്നതെന്നാണ് ഇപ്പോൾ പോലീസ് നമുക്ക് നൽകുന്ന വിശദീകരണം. പക്ഷേ ഈ മൊഴി പോലീസ് പൂർണ്ണമായും കണക്കിലെടുത്തിട്ടില്ല എന്നതാണ് വസ്തുത. ഏതായാലും ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുന്ന ഇയാളുടെ ആരോഗ്യനില ഭേദപ്പെട്ടതിന് ശേഷം അയാളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ അന്വേഷണ സംഘത്തിന് കൃത്യമായൊരു വ്യക്തതയിലേക്ക് കാര്യങ്ങൾ എത്താൻ കഴിയൂ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ വെഞ്ഞാറമൂട്ടിലെ കൂട്ടക്കൊലപാതകത്തിൽ ദുരൂഹത ഇപ്പോഴും തുടരുകയാണ്. പ്രതി അഫാന്റെ മൊഴി പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാതെ പോലീസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ കൂട്ടക്കൊലപാതകത്തിലെ ദുരൂഹത നീക്കാൻ കഴിയുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. കമലേഷ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് സംഭവിക്കാൻ പോകുന്നതെന്ന്. കമലേഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. ഇന്നിപ്പോൾ ഞാനിപ്പോൾ നദിയുടെ ഉമ്മ ഷമീനയെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന പറഞ്ഞോളൂ. ഈ ഷമീനയെ പ്രവേശിപ്പിച്ചിരിക്കുന്ന ഗോകുലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അവരുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ട് എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘവും ഉള്ളത്. ഈ കൊലപാതകത്തിൽ 6 പേരെയാണ് ഈ പ്രതി അഫാൻ ആക്രമിച്ചത്. അതിൽ ജീവനോടെ രക്ഷപ്പെട്ടിട്ടുള്ളത് ഒരേ ഒരാളാണ്, അഫാന്റെ മാതാവ് ഷമീന മാത്രമാണ്. സ്വാഭാവികമായും എന്താണ് സംഭവിച്ചത് എന്ന് പോലീസിന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഷമീനയിൽ നിന്നായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് എന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ അത് പോലീസിനെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായ ഒരു വാർത്തയാണ്. നമ്മളെ സംബന്ധിച്ചും എന്താണ് സംഭവിച്ചത് എന്നറിയാൻ ഈ നാടൊന്നടങ്കം, അതായത് കേരളം ഒട്ടാകെ കാത്തിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. എന്താണ് സംഭവിച്ചത്, എന്തിനാണ് ഇത്തരത്തിലൊരു കൂട്ടക്കുരുതി ഈ പ്രതിയായിട്ടുള്ള അഫാൻ നടത്തിയത് എന്ന് കേരളത്തിന് അറിയേണ്ടതുണ്ട്. പോലീസിനെ സംബന്ധിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഈ കേസിൻ്റെ അന്വേഷണവുമായി വളരെ ഒരു ദ്രുതഗതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് ഒരു പക്ഷേ ഈ ഉമ്മയുടെ മൊഴി രേഖപ്പെടുത്തിയേക്കുമെന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. പോലീസിൽ നിന്നും അത്തരത്തിലുള്ള ചില വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നു. അവരുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ, അതായത് പോലീസുമായി അവർക്ക് സംസാരിക്കാനുള്ള സാഹചര്യമുണ്ടെങ്കിൽ അവരുടെ മൊഴി വളരെ പെട്ടെന്ന് തന്നെ രേഖപ്പെടുത്താനുള്ള ഒരു നീക്കത്തിലാണ് പോലീസ് ഉള്ളത്. അതുപോലെ തന്നെ ഈ പ്രതി അഫാൻ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണുള്ളത്. ഈ പ്രതിയുടെ ആരോഗ്യനിലയിലും കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് കഴിഞ്ഞ ദിവസം പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈവൻ ഈ 6 പേരെയും ആക്രമിച്ചതിന് ശേഷം 5 പേരെയും കൊലപ്പെടുത്തിയതിന് ശേഷം ഈ പ്രതിയും വിഷം കഴിച്ചിരുന്നു എന്നാണ് പോലീസിനോട് പറഞ്ഞിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രതിയെ പ്രവേശിപ്പിച്ചത്. ഏതായാലും പ്രതിയുടെ ആരോഗ്യനിലയിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പോലീസ് കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്കാണ് പോലീസ് പോകുന്നത് എന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ പോലീസിന് ഇക്കാര്യത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ടൊരു തുമ്പുണ്ടാക്കേണ്ടതുണ്ട്. ഈ പ്രതിയെ പെട്ടെന്ന് തന്നെ പിടികൂടാൻ, അല്ലെങ്കിൽ പ്രതി നേരിട്ട് പോയി ഹാജരായതുകൊണ്ട് പ്രതി ആര് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിന് സംശയങ്ങളില്ല, അതുമായി ബന്ധപ്പെട്ട തലവേദനകളില്ല. സ്വാഭാവികമായും പ്രതി എന്തിന് ഇത്തരത്തിൽ ഈ ഒരു കൊടും ക്രൂര കൃത്യം ചെയ്തു എന്ന ഒരു ചോദ്യം തന്നെയാണ് പോലീസിന് മുന്നിലുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് പല കാരണങ്ങൾ ഈ പ്രതി പറയുന്നുണ്ട്. ഇവർ 5 പേരെ കൊലപ്പെടുത്തിയ അതിൽ ഓരോരുത്തരെയും ഓരോ കാരണം കൊണ്ടാണ് കൊലപ്പെടുത്തിയത് എന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. അത് മാത്രമല്ല, ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒരു വ്യക്തതയില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. സാമ്പത്തിക ബാധ്യതയുള്ളതായി പറയുന്നു. എന്നാൽ എല്ലാവരെയും കൊലപ്പെടുത്തുന്നത് ഈ സാമ്പത്തിക ബാധ്യതയുടെ പേരിൽ തന്നെയാണോ എന്ന കാര്യത്തിലും സംശയമുണ്ട്. അത്തരത്തിൽ പോലീസിനെ സംബന്ധിച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തതയില്ലാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് പ്രതിയുടെ ആരോഗ്യനിലയിൽ കാര്യമായ പ്രശ്നങ്ങളില്ല എന്ന് ഡോക്ടർമാർ പറയുന്ന ഒരു ഘട്ടമുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് പോലീസും പോകുന്നത്. ആ നിലയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് നിലവിലെ ആലോചന. മനു, ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ ഉമ്മയുടെ ആരോഗ്യനില എങ്ങനെയുണ്ട് കമലേഷ് ഈ ഘട്ടത്തിൽ?
മനു, ഉമ്മയുടെ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതി ഉണ്ട് എന്ന് തന്നെയാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം പോലീസും കഴിഞ്ഞ ദിവസം രാത്രിയോടെ നമ്മൾ ഈ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ടൊക്കെ ഈ താഴെപ്പാങ്ങോട് പള്ളിയിലൊക്കെ പോയി നിൽക്കുന്ന സമയത്തും അവിടെ നിന്നും ഈ പോലീസ് ഉദ്യോഗസ്ഥരടക്കം സൂചിപ്പിച്ചത് ഈ നിലയിൽ ഉമ്മ ഷമീനയുടെ ആരോഗ്യനിലയിൽ ഒരു പുരോഗതി ഉണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയ ഒരു ആശ്വാസകരമായ ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ 5 കൊലപാതകങ്ങൾ അതിൻ്റെ ഈ 5 പേരുടെയും ഖബറടക്കമടക്കം റിപ്പോർട്ട് ചെയ്ത് തിരിച്ചു വരുന്ന ഘട്ടത്തിലാണ് ഈ ഉമ്മയുടെ ആരോഗ്യനിലയിൽ മാറ്റമുണ്ട് എന്ന സന്തോഷമുള്ള ഒരു കാര്യം കൂടി നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞത്. ഏതായാലും ഇന്നിപ്പോൾ രാവിലെ ആശുപത്രി അധികൃതരുമായി അടക്കം സംസാരിക്കുന്ന ഘട്ടത്തിലും ചെറിയ പുരോഗതി ഈ ഉമ്മയുടെ ആരോഗ്യനിലയിൽ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും പോലീസിനെ സംബന്ധിച്ച് അത് ഏറെ ആശ്വാസം പകരുന്ന ഒരു വാർത്തയാണ്. ഈ ആക്രമണത്തിന് ഇരയായ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എന്താണ് സംഭവിച്ചത്, ആ വീട്ടിനകത്ത് എന്ത് സംഭവിച്ചു എന്നതടക്കമുള്ള കാര്യത്തിൽ ആ വീട്ടിലാണ് ഭൂരിഭാഗം കൊലകൾ നടന്നിട്ടുള്ളത്. അതായത് ഈ പ്രതി അഫ്വാൻ്റെ അനിയൻ അടക്കം, അതുപോലെ തന്നെ ഈ സ്ത്രീ സുഹൃത്ത്, അതുപോലെ ഉമ്മ ഒക്കെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെല്ലാം നടന്നിട്ടുള്ളത് ഈ വീട്ടിൽ തന്നെയാണ്, പെരുമലയിലെ വീട്ടിലാണ്. അതുകൊണ്ട് തന്നെ ആ വീട്ടിനകത്ത് എന്ത് സംഭവിച്ചു, എങ്ങനെയാണ് പെരുമാറിയത്, എന്താണ് അഫ്വാൻ പറഞ്ഞിരുന്നത് എന്നതൊക്കെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്താൻ ഉമ്മയ്ക്കാണ് കഴിയുക. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയിലാണ് പോലീസ് ഉള്ളത്. അവരുടെ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതി ഉണ്ട് എന്ന വാർത്ത തന്നെയാണ് നമുക്കിപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. മനു, തീർച്ചയായും ഈ സങ്കടങ്ങൾക്കിടയിലും ഏക ആശ്വാസം എന്ന് പറയുന്നത് ആക്രമണത്തിനിരയായ ആ ഉമ്മയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് എന്നത് തന്നെയാണ്. ഒരുപക്ഷെ അവർ കൂടി ഒന്ന് സംസാരിക്കുന്ന നിലയിലായി കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ പോലീസിന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഏതായാലും കമലേഷാണ് തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂടുള്ള ഗോകുലം മെഡിക്കൽ കോളേജിൽ നിന്ന് ഈ വിവരങ്ങൾ നമുക്ക് നൽകിയത്. ഒപ്പം തന്നെ ഈ പ്രതി അഫ്വാന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടതിന് ശേഷം അയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. അയാളെ ചോദ്യം ചെയ്താൽ മാത്രമേ അന്വേഷണ സംഘത്തിന് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വ്യക്തതയിലേക്ക് പോകാൻ കഴിയുമെന്നാണ് നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്.